അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ചേർന്നൊരു വീഡിയോ ആണ്. നമ്മുടെ നടി പ്രിയങ്ക പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞേച്ച് ആ ഇൻ്റർവ്യൂവിനകത്തെ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഹോട്ട് സീറ്റിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോഴെനിക്കറിയില്ല, ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലോ, ഇവർക്ക് അങ്ങോട്ട് പറയുന്നത് മനസ്സിലാകുന്നില്ല, അവർ തിരിച്ച് ചോദിക്കുന്നത് എന്നാന്ന് അവർക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പം പ്രിയങ്ക പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി, എനിക്കിന്ന് വിവാഹം കഴിച്ച് ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്ന കുറേ പേർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് അത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ചിലരൊക്കെ അതിനെ നെഗറ്റീവായിട്ടും പറയുമായിരിക്കും, പക്ഷേ നെഗറ്റീവായിട്ട് പറയുന്നവരും അവർ പറയുന്നതിൻ്റെ കാര്യത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂ മനസ്സിലാകത്തുള്ളൂ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ തീരുമാനങ്ങളാണ്, ഞാൻ മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കാം എന്നാണ് പറഞ്ഞത്. എൻ്റെ ലൈഫ് ഇതുവരെ നല്ലതായിട്ടാണ് പോയിട്ടുള്ളത്, അങ്ങനെ രീതിക്കായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹോട്ട് സീറ്റിൽ പ്രിയങ്കയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാമേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുന്ന കൂടെ. ഇന്നും അതേപോലെ തന്നെ സൗന്ദര്യമുണ്ട്. ചേച്ചി ചിന്തിക്കുന്നുണ്ടായിരിക്കും ഹോട്ട് സീറ്റ് ആയിട്ട് ഇവൻ എന്ത് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ. അല്ല, നീ പറഞ്ഞതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടിക്കാലം എന്ന് പറയുമ്പോ നീ വളർന്ന് ഇത്രേ ആയുള്ളൂ, ഞാൻ അന്നും നിങ്ങൾക്ക് നിൽക്കുക. നീ ഇങ്ങനെ ഇനി പോകുമ്പോ എന്റെ പ്രായമാകുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ അല്ല, അത് നമുക്ക് ഭാവിയിലോട്ടുള്ള കാര്യം പറയാൻ പറ്റൂല. അല്ല, അപ്പം ചേച്ചി അങ്ങനെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? സൗന്ദര്യത്തിന്റെയോ? എനിക്ക് അത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ദൈവം തന്ന കണ്ണ്, മൂക്ക്, ചുണ്ടതൊക്കെ യഥാസ്ഥാനത്ത് തരുന്നതാണ് ഒരു സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എപ്പോഴും മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുന്നു, അതുകൊണ്ടായിരിക്കും ആ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അതേപോലെ തന്നെ ചേച്ചിയുടെ ചിന്താഗതി ഇപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോ യൂത്തിന്റെ കൂടെയുള്ള ആര് പറഞ്ഞു എനിക്ക് അങ്ങനെയാണെന്ന്? അങ്ങനെ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും വളഞ്ഞ് തിരിഞ്ഞു കൊണ്ടുവന്നത്. കാണാൻ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് അവസാനം പറഞ്ഞ് നിൽക്കുന്നത്. ഈ പഴയ കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം കൂടുതൽ എന്നാന്ന് ചോദിച്ചാൽ, ഒരു വിധപ്പെട്ട ഇപ്പോഴും ഞാൻ പറയട്ടെ, എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, നീ പഴയ കാലത്തെ പറ്റി, പഴയ കാലഘട്ടത്തിൽ നീ ജനിക്കേണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പോഴൊന്നും ജീവിക്കേണ്ടതല്ല, നീ പഴയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതാണ്. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ, അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് വലിയ ഇതാക്കി മാറ്റി അത് വലിയൊരു പ്രശ്നത്തേക്ക് കൊണ്ടാക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കുടുംബം തകരുന്നത്. അതിനെപ്പറ്റിയാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണിപ്പോൾ പറഞ്ഞത്, പഴയ കാലഘട്ടത്തിലെ ചിന്താഗതിയാണ് ഇപ്പോഴും മനസ്സിലുള്ളതെന്ന്. അതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രിയങ്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചിലപ്പം പുരുഷ വിരോധികൾക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അവർ പറയുന്നത് എന്നതാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മനസ്സിലാവും. സ്ത്രീകളെ അടിച്ചമർത്തുമല്ല ചെയ്യുന്നത്. പക്ഷേങ്കിൽ അവരാ പറയുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്കത് കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ നല്ല 14 ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എനിക്കും ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെയാണ്. ചിലപ്പോൾ എന്നെയും ചിലരൊക്കെ ഒന്ന് നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട്, സ്ത്രീകൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ സ്ത്രീകളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഇതിലും മോശം അവസ്ഥയിൽ അനുഭവിക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് കേൾക്കാം ബാക്കി കാര്യങ്ങളും കൂടെ. ചേച്ചിയാണെങ്കിൽ മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെക്കാൾ അതായത് കുറച്ച് താന്ന് നിൽക്കണം, അതായത് പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയൊക്കെ ചേച്ചി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ പറയുന്നത് ചേച്ചിക്ക് ഇപ്പോഴും കാലഘട്ടം മാറിയിട്ടുള്ളത് അറിയാഞ്ഞിട്ടാണോ എന്നുള്ള സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് ഞാൻ ഈ ഒരു കാര്യം. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് എന്റെ ചിന്താഗതിയാണ്. ഞാൻ എല്ലാവരോടും കാണിക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതുവരെ ജീവിച്ചു വന്ന ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എന്റെ ലൈഫ് നന്നായി പോകുന്നുണ്ട്. ഇപ്പൊ നീ ഒരു ആളല്ലേ, നീ ഇനി വളർന്ന് വലുതായി കല്യാണം കഴിക്കണ്ടേ? അപ്പോ നിന്റെ ഭാര്യ നിന്റെ താഴെ ഇത്തിരി ഒന്ന് മാറി നിന്നാ നിനക്ക് സ്നേഹം കൂടുതലുണ്ടാവും. കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്നെക്കാളും ഒരു ഇച്ചിരി ഉയർന്നു നിൽക്കുന്ന കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാര്യം അദ്ദേഹത്തെ അനുസരിച്ച് എന്ന് വെച്ചാൽ അടിമയെ നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്നേഹം കൊണ്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തെ അനുസരിച്ച് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു തീരുമാനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട്, അല്ലാതെ എന്നാ പറഞ്ഞാലും ചാടിക്കടിച്ച് അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തുള്ളൂ, എൻ്റെ തീരുമാനങ്ങളാണ് കറക്റ്റ്, അങ്ങനല്ലാതെ നമുക്ക് ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചൊരുതായിട്ട് പറയുന്നതും സ്നേഹത്തോടെ പറയുന്നതൊക്കെ എനിക്കും ഒരുപാട് തന്നെ. നമ്മൾ ഭർത്താക്കന്മാരെപ്പോഴും ഭർത്താക്കന്മാരും തന്നെയല്ല, വീട്ടിലുള്ള അപ്പനാണേലും ആരാണേലും ആണുങ്ങളെന്ന് പറയുന്നവരെക്കാൾ ഒരു ഇച്ചിരി പടി താഴ്ന്നു നിന്നെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാൽച്ചൂട്ടി കിടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് അടിയും കൊണ്ട് അവിടെ കിടക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെക്കാൾ ഒരു സ്നേഹം, അതൊരു സ്നേഹത്തിൻ്റെ ഒരു എളിമപ്പടിയിലാണ്, ഒരു സ്നേഹത്തോടെയുള്ളൊരു
കീഴ്പ്പെടലാണ്. അല്ലാതെ അതൊരു അടിമത്വമല്ല. അടിമത്തത്തോട് കൂടിയുള്ള സ്ത്രീ പുരുഷൻ്റെ കാൽച്ചൂട്ടി കിടക്കണമെന്നല്ല പറയുന്നത്. എപ്പോഴും ഭർത്താവിന് ഒരു ഇച്ചിരി മുൻതൂക്കം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും നശിച്ചു പോയിട്ടില്ല, ഒരു സ്ത്രീയും തോറ്റു പോയിട്ടില്ല. അവൾ ഉയർന്നിട്ട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നീ എൻ്റെ പുറകെ നടക്കുക, ഞാൻ രാജാവിനെ പറഞ്ഞ് നിൻ്റെ മുന്നിൽ നടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നത് അത് നിങ്ങൾ എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഓരോന്നിനും ആ പണ്ടുള്ള രീതിയായിട്ട് കുറച്ചൊക്കെ നമ്മൾ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് തന്നെയാണ്. ഈ പുതിയ തലമുറ, ഇപ്പോഴുള്ള ആൾക്കാർ പുതിയ തലമുറ പഴയ പോലെ അല്ല എന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോയത്. അയ്യോ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറയും. പിള്ളേർ എന്നാ തോന്നിയ ദിവസം കാണിച്ചാലും പറയുന്നൊരു കാര്യമാണ്, പണ്ടത്തെ കാലമല്ല. അയ്യോ പണ്ടത്തെ പിള്ളേരെ പോലെ ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർ. പണ്ടത്തെ പിള്ളേരെ പോലെ നമ്മൾ ഇപ്പോഴും വളർത്തിക്കൊണ്ട് വന്നാൽ പിള്ളേർ അങ്ങനെ തന്നെ വളർന്നു വരും. നമ്മൾ തന്നെ നമുക്ക് അവയും വലിയ ആൾ കളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള കർമ്മമാർ ആൾ കളിക്കും. പിന്നെ പിള്ളേർ നോക്കുമ്പോൾ എന്താ, അച്ഛനെ അനുസരിക്കാത്ത അമ്മയെ ചവിട്ടി തകർത്തുന്ന അച്ഛൻ. ഇതാണ് ഒരു കുടുംബത്തിൽ മിക്കയിടത്തും കാണുന്നത്. ഈ സ്വന്തം ഭർത്താവിനെ അനുസരിക്കാത്ത വീടുകളിൽ ഒരിക്കലും മക്കൾ അമ്മമാരെ അനുസരിക്കത്തില്ല, ആ അപ്പന്മാരെ അനുസരിക്കത്തില്ല. ആദ്യമൊക്കെ കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്ത് അവർ അമ്മയെ ഒരു പേടിയോടുകൂടി കാണും. കാര്യം ആ അമ്മ പേടിയാണ്, അച്ഛന് വരെ അമ്മ പേടിയാന്നുള്ളൊരു മൈൻഡിൽ അവർ ജീവിച്ചു പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ അമ്മയ്ക്കെതിരെ നിൽക്കാൻ തുടങ്ങും. അമ്മയ്ക്കെതിരെ നിൽക്കുമ്പോഴത്തേക്ക് ഈ അപ്പം പറഞ്ഞാലും പിന്നെ ഈ പിള്ളേർ കേൾക്കാതാകും. അങ്ങനെയാണ് മിക്ക വീടുകളിലും നടക്കുന്നത്. അതുപോലെ തന്നെ ചില വീടുകളിലുണ്ട് ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഒരുമാതിരി ചവറ് പോലെ. ഇത് കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഇത് കണ്ട് ഇവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് ഇങ്ങനെ അമ്മയ്ക്കൊരു വിലയില്ല, അച്ഛനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം നിങ്ങൾ ശരിയാണോ എന്ന് ഈ പിള്ളേർ തന്നെ അച്ഛന്മാരോട് ചോദിച്ചു തുടങ്ങും. അപ്പോൾ പറയും പുതിയ തലമുറയാണെന്ന് പറയും. പുതിയ തലമുറയാണെന്ന് പറഞ്ഞാൽ അതുങ്ങൾക്കുള്ള അവസരങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അതുങ്ങൾ അങ്ങനെയായി പോകുന്നത്. ഒരു കുഞ്ഞുങ്ങളും നല്ല രീതിക്ക് അപ്പനും അമ്മയും നോക്കി വളർത്തുന്ന ഒരു കുഞ്ഞുങ്ങളും ഒരിക്കലും മോശമായിട്ട് പോകത്തില്ല. പിന്നെ കുഞ്ഞുങ്ങൾ പോവുകയില്ലെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നുമില്ല. നല്ല രീതിക്ക് നോക്കി വരുന്നത് പുറത്ത് കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ചിലർ ചോദിക്കും നിങ്ങൾ വളർത്തിയതിൻ്റെ കുഴപ്പമെന്ന് പറയും. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയും പോകാറുണ്ടില്ലെന്നല്ല. പക്ഷേങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ത്രീയെ ചവിട്ടി താക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്ത്രീ പുരുഷൻ്റെ അടിമയായിട്ട് ജീവിക്കുക എന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സ്നേഹം കൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്നേഹമാണത്. അത്രയേ ഉള്ളൂ, സ്നേഹമാണത്. അല്ലാതെ അതൊരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ താന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാര്യ താന്നു നിൽക്കുന്നു, അതല്ലത്. അതൊരു സ്നേഹം കൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്നേഹം കൂടത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് സ്ത്രീ അടിമയായി പോവോ അല്ലെങ്കിൽ സ്ത്രീയെ ചവിട്ടിത്തേക്കോ ഒന്നും ചെയ്യത്തില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രിയങ്ക ഉദ്ദേശിക്കുന്ന അതാണ്. അവർ പറയുന്നുണ്ട് എൻ്റെ ലൈഫ് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് ഇന്ന് വരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് സന്തോഷമായിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നെ എന്നു വെച്ചാൽ ചിലർ പറയും ഭർത്താവ് പ്രിയങ്കയുടെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചേച്ചി ജീവിച്ചിട്ട് എങ്ങനെ നമ്മൾ അവരുടെ അടുത്തോട്ട്. പക്ഷെ എല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്. ചുമ്മാ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ ചുമ്മാ ഉപദ്രവിക്കുന്നുണ്ട്. കള്ളു കുടിച്ചേച്ച് വന്നിട്ട് ഒരു കാരണവും കാണുകയില്ല. അവർ നോക്കിയാൽ മതി, അന്നേരം അവർക്കിട്ട് അടി കൊടുക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ കെട്ടിയവൻ പറയും തല്ലി കിട്ടുകയെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ ആവശ്യമില്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്താവ് വരുമ്പോഴേ മുഖം വിറപ്പിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് വരുമ്പോഴത്തേക്കും അവരുടെ മുഖം തെളിയത്തേയില്ല. നമുക്കൂടെ അങ്ങ് ഇത് വരും, ഇതെന്നെ ഇവർ കാണിക്കുന്നത്. എന്നാ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ബെഡ്റൂമിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ വരുന്നതേ മുഖവും പിറപ്പിച്ച് ഭാര്യ ഇരിക്കുന്ന കാണുമ്പം ഇച്ചിരി കഴിച്ചും കൂടെ വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കലിപ്പ് കയറും. അപ്പോൾ നോക്കി നിൻ്റെ മോന്ത തന്നെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കും എൻ്റെ മോന്ത പിന്നെ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കും. അതിന് പൊടി മറ്റവളയെന്ന് വിളിക്കും, മറിച്ചവളയെന്ന് വിളിക്കും. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വായി ഇവരുടെ വായിൽ നിന്ന് എന്നേലും വരും. ഇങ്ങനെ നല്ല കീറും കൊടുക്കും. പിന്നെ അവിടെ അടിയായി വഴക്കായി ബഹളമായി. പിന്നെ പറയുന്ന കാര്യം എന്നാ, ഭർത്താവ് കള്ളു കുടിച്ചു വന്നിട്ട് ഭാര്യയെ തല്ലി. ഇതാണ് പറയുന്നത്. അങ്ങനെ അല്ലാത്തത് ഉണ്ട് എന്ന് ആരും പൊങ്കാലിടാൻ വരില്ല. നിങ്ങളതൊന്നും അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് അറിയത്തില്ല എന്ന് പറയുക. അങ്ങനെ അറിയാത്ത ആളൊന്നുമല്ല. എൻ്റെ അപ്പം ഭയങ്കര ഒരു ഇതായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. ഒരു കാര്യം ഇല്ലെങ്കിൽ അമ്മേനെ ചിലപ്പോഴൊക്കെ തല്ലും. ഞാനൊരു ഓർത്തിട്ടുണ്ടായിരുന്നു, എന്നാ മനുഷ്യനെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ അതിലൊരിതായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഞങ്ങളുടെ കുടുംബം തകർന്നു പോയിട്ടില്ലായിരുന്നു. അത് കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇവിടെ വന്നിച്ച് എനിക്കും ആ ഒരു രീതിക്ക് ജീവിക്കാനൊക്കെ ഉണ്ട്. എന്ന് പറയാൻ ഭർത്താവിനെ തല്ലു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ കേൾക്കാം.
നിങ്ങൾ പറയുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് തുല്യത വേണം താഴ്ന്നു കൊടുക്കരുതെന്ന്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ എന്തുമാത്രം സഹിക്കുന്നുണ്ട്, അതൊന്നും അവന് കാണാറില്ല ഒന്നും. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നം വന്നു, ഒരു സ്ത്രീയെ മാത്രം എന്താ ഒരു പ്രശ്നം രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഒരു വർഷം കിടന്ന് കറങ്ങി അടിച്ച് വന്നിട്ട് ഒരു സ്ത്രീയുടെ മാത്രം എന്താ മുഖം കാണിക്കാത്ത, എന്താ തുല്യതയില്ലേ അപ്പോ? ആ ഒരു കാര്യത്തോടെ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് പുരുഷനേക്കാൾ താഴെ നിൽക്കണം എന്ന് പറയും. ഇപ്പൊ നമുക്കല്ല പുറത്ത് നോക്കുമ്പോഴത്തേക്കും പല കേസസിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ ആണെങ്കിൽ മുഖം കാണിക്കാറില്ല. എന്ത് കേസ് വന്നാലും ഇപ്പൊ വേടന്റെ ഇഷ്യൂ വന്നപ്പോൾ പോലും ആണെങ്കിൽ അപ്പം വേടനൊപ്പം പോയേക്കുന്ന ആൾക്കാരാണ്, അവരുടെ സമൂഹത്തോടെ തന്നെ പോയേക്കുന്ന ആൾക്കാരാണ്, അവരുടെ ഒന്നും പേരോ നാളൊന്നും ഇല്ല. പക്ഷെ വേടന്റെ പേരാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് ആൾക്കാർ എല്ലാ പുരുഷന്മാരെ പോലെയാണ്. ഞാൻ ചോദിച്ചിരിക്കുന്ന അത്തരം വിഷയങ്ങളുള്ള കാര്യമല്ല. പക്ഷേ പൊതുവായിട്ട് പറയാണ് പുരുഷൻ സ്ത്രീയെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. അതായത് സ്ത്രീ ഒന്ന് താഴെ നിൽക്കണം എന്ന് പറയുന്ന അടിമത്വം അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അത് പ്രത്യേകം പറഞ്ഞല്ലോ, അത് സ്നേഹമാണ് മോനെ. പക്ഷെ അത് തിരിച്ചറിയാൻ നീ ഇങ്ങനെ ഒരു ലൈഫിൽ എത്തണം. നമുക്ക് മോനുണ്ടാവും, നമുക്ക് അച്ഛനും അമ്മയുണ്ട്. ആരുടെ? ഭർത്താവിന്റെ അച്ഛനും അമ്മയും. ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയും നോക്കുന്നത് എന്റെ കടമയാണ്. അപ്പൊ എനിക്ക് അവിടെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാനാണ് അത് മാനേജ് ചെയ്യേണ്ടത്. എന്റെ ഭർത്താവിനെ മനസ്സ് വിഷമിക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒന്ന് കുറച്ച് താഴ്ന്നു നിന്നോണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളവരെല്ലാം പറയണത്, എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യമാണത്. അതായത് നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഭർത്താവിനെ ബഹുമാനിക്കുകയും ഒരു പടി എനിക്ക് എന്റെ ഭർത്താവിനെ എന്നെക്കാൾ മുകളിൽ സ്ഥാനം കൊടുക്കുന്നതിന് യാതൊരു ഇതുമില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി എടുത്താൽ ജീവിതം നന്നായിട്ട് പോകുന്നു പറഞ്ഞു. കറക്റ്റാണ് പറയുന്നത്, കറക്റ്റാണ് പ്രിയങ്ക പറയുന്നത്, കറക്റ്റുള്ള കാര്യമാണ് പറയുന്നത്. അത് സത്യമാണ്. പിന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ഈ സ്ത്രീകളെ കൊണ്ട് പീഡിപ്പിച്ചു നീ പെണ്ണുങ്ങളെല്ലാം ഇപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയ, ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നതല്ല, സോഷ്യൽ മീഡിയ മുഴുവനും ഇതാണ്. വേടൻ്റെ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ദാളിൻ്റെ വരുന്നുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ, പീഡനമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രാവശ്യം നടക്കുന്ന കാര്യമാണ്. പല പ്രാവശ്യം നടക്കുന്നതിന് പീഡനമെന്നല്ല പറയുന്നത്. നമ്മൾ അവരുടെ സ്വന്തം താല്പര്യത്തോടു കൂടി അവരെ കൂടി ചെന്ന് കയറിക്കൊടുത്തതല്ല, അല്ലാതെ ഇവരുടെ വീട്ടിൽ ചെന്നല്ല ഇവരെ പലപ്പോഴായിട്ട് പീഡിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്താണെങ്കിൽ നമുക്ക് പറയാം, അവരുടെ വീട്ടിൽ ചെന്ന് അവർ ഒരു കുഞ്ഞു കൊച്ചിനെയാണെങ്കിൽ, ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവരുടെ വീട്ടിലൊരാൾ വരുന്നു, അതിനെ ഉപദ്രവിക്കുന്നു, അതിന് പുറത്ത് പറയാൻ പേടിയാണ്, അതുകൊണ്ട് അതിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ആ കുഞ്ഞിന് ഭയമായിരുന്നെന്ന്. ഇത് കല്യാണവും കഴിച്ച് ഭർത്താവും ഉണ്ട്, എന്നിട്ട് വേറെ ഒരുത്തനെ പ്രേമിക്കാൻ പോയിച്ച് അവൻ്റെ കൂടെ പോയി കിടന്നുറങ്ങിച്ച്, അതിന് പീഡനമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് അവിഹിതം എന്ന് തന്നെ അതിന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അത് പീഡനമല്ല അതൊരിക്കലും. അതാണിപ്പോൾ ഞാൻ ഈ പുരുഷന്മാർക്ക് ഒരുപാട് കിട്ടേണ്ടതൊന്നും അവർക്ക് കിട്ടാറില്ല. അതേസമയം ഒരുപാട് സ്ത്രീകളും ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നുണ്ട്, അവർക്കും കിട്ടാം. ഗോവിന്ദച്ചാമി ഇപ്പോൾ സുഖമായിട്ട് ജയിലിൽ കഴിയുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, ഒരു കൈ പോലും ഇല്ലാത്തവൻ ജയിലിൽ സുഖമായിട്ട് ചാടി വെളിയിൽ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് 2 കൈയും കാലുള്ളവൻ അവിടെ നിന്ന് ചാടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അതിന് ഉണ്ടാകത്തില്ലല്ലോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വരുന്ന അതിനൊന്നും എതിരെ അങ്ങനെയുള്ളവനൊക്കെ ഇപ്പോഴും നല്ല അഹങ്കാരത്തോടു കൂടി തന്നെ ജയിലിൽ തന്നെ ജീവിക്കുന്നു. സ്ത്രീകൾ വേടൻ്റെ ആണെങ്കിലും ആ പെൺകുട്ടി വേടൻ്റെ കൂടെ നടന്നാണ് എല്ലായിടവും കറങ്ങി അടിച്ച് നടന്ന് വേടൻ ഇച്ചിരി ഫെയിമായപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പലരുടെയും കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ ഒരുപാട് സ്ത്രീകൾ ഇതിനെതിരെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അങ്ങ് പൊങ്കാല ഇടുന്നുണ്ട് ശരിക്കും. നീ പൊടി മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പം ആണുങ്ങൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ സപ്പോർട്ട് നിന്ന് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ വീടുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ ഞാനൊരു അമ്മയാണ്, എനിക്ക് ഉള്ളതൊരു മകനാണ്. ആ മകൻ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ ബാധിച്ചുമ്പോൾ അവനെ അങ്ങനെ ചെയ്യാത്തൊരു തെറ്റിന് ക്രൂശിക്കപ്പെടുമ്പോൾ ഞാനും ഒരു പെണ്ണാണ്, എൻ്റെ മനസ്സും വേദനിക്കും എന്ന് പറയുന്നത് തന്നെ ഇവർക്കൊക്കെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെന്നൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഭാര്യയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളത് ഈ ഓരോരുത്തരെയും കുരിശി കയറ്റുമ്പോഴത്തേക്ക് ചിന്തിക്കുക. ആ വീട്ടിലും ഉണ്ട് ഓരോ പെണ്ണുങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന്. സത്യമല്ല, നമ്മുടെ ഇവിടെ ഒരു നിയമവും കാര്യം ഏത് ആൾക്കാർക്ക് ഇന്നത് വേണോ അതിനനുസരിച്ച് നിയമം വളച്ചൊടിക്കാൻ പറ്റും. അല്ലാതെ ഒരു സാധാരണ ഒരു പെണ്ണാണ് ഇപ്പോൾ ഒരു പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ അത് കുറേ നാൾ ഇങ്ങനെ കോടതി കയറി ഒരു മാധ്യമങ്ങളും 2 ദിവസം 3 ദിവസം അതിൽ കൂടുതൽ അതിൻ്റെ ചർച്ച നടക്കുകയില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ അടുത്ത കാര്യത്തിന് പുറകെ പോയി. ഇപ്പം അങ്ങനല്ല. പിന്നെ ഇച്ചിരി ഫെയിമായിട്ടുള്ള ഒരാളും കൂടെ ആണെങ്കിൽ ഈ അവിഹിതം കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു കാര്യമാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറ് ഒരു തെറ്റും ചെയ്യാതെ എന്തുമാത്രം സ്ത്രീകളും പുരുഷന്മാരും എല്ലാ മനുഷ്യനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കളവൻ വയസ്സനാങ്കാലത്ത് പോയേക്കുന്നു അവളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയുന്നു അങ്ങനൊരു പ്രശ്നമില്ല, ഈ കാണിച്ചവളും വന്നിച്ച് പറഞ്ഞ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. പിന്നെ അവിടെ നിയമത്തിന് തന്നെ ഒരു വില എന്നതാണ്.
അദ്ദേഹം മരിച്ചും പോയി, അദ്ദേഹം അനുഭവിക്കാനുള്ള മൊത്തം അനുഭവിച്ച് എല്ലാ നാണക്കേടും അനുഭവിച്ച്. പക്ഷെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഒന്നുള്ളത് കൊണ്ടാണ് അവസാന സമയങ്ങളിൽ അത് അവൾ തന്നെ വന്നിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, എനിക്ക് പൈസ തന്നാണ് എന്ന് പറഞ്ഞു. അവൾക്ക് എഴുത എന്തെങ്കിലും ഒരു നിയമ നടപടികൾ എടുത്തോ ഒരു മനുഷ്യനെ ആ അത്രയും അപമാനിച്ചതിന്, അത്രയും ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ അപമാനിച്ചത് ഒരു സാധാരണ മനുഷ്യനായിട്ടെങ്കിലും കണ്ടെങ്കിലും ഒരു നിയമ നടപടികൾ എടുത്തിട്ടില്ല. ഇപ്പോൾ അടുത്ത കേസ് കേട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനൊക്കെ അവസരം കൊടുക്കുന്ന ആരെന്ന് പറയാം, നമ്മുടെ ഈ ചാനലിലെ ചർച്ചകളാണ്. അവർക്കാണ് അവർ ഈ ചർച്ചകൾ ഇങ്ങനെയുള്ള കാര്യം ഒരു ദിവസത്തിൽ കൂടുതൽ വിടാതെ അടുത്ത ദിവസം വേറെ കാര്യത്തേക്ക് തേടിപ്പോയെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് വരികയില്ല വരുന്നു. എന്നിട്ട് ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പേര് നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നൊന്നുമില്ല. പുരുഷന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞാണ് ഓരോ പുരുഷന്മാരോടും കാണിക്കുന്നത്. സ്ത്രീകൾക്ക് നീതി വേണമെന്നും പറഞ്ഞ് തെറ്റ് ചെയ്തില്ലെങ്കിലും പുരുഷന്മാരെ ശിക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലർക്കൊന്നും ഇതൊന്നും പറയുമ്പോൾ ഇഷ്ടപ്പെടുകയല്ലെന്ന് ഞാൻ പറഞ്ഞത്. തെറ്റ് ശിക്ഷ അനുഭവിച്ച് പീഡനപ്പെട്ട് മരിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഒരു നീതി ലഭിക്കുന്ന കാലമല്ലിത്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സമ്മതത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അത് പിന്നെ എരയാണെന്ന് പറയുന്നത്. എനിക്കറിയാൻ പറ്റില്ല എന്നതൊക്കെയാണോ അതിനൊക്കെ പറയുന്ന വാക്കുകളൊക്കെ. നമുക്ക് പ്രിയങ്ക പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. എത്ര ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ. എന്തുകൊണ്ടാ? ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി സാലറി കൂടുതലായിരിക്കും, അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം അവിടെ നിൽക്കും. എല്ലാവരും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കാരണം ഞാൻ എന്റെ ലൈഫ് പഠിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ചുറ്റുപാടിൽ കണ്ടിരിക്കുന്ന കാഴ്ചകൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചേച്ചി ഇപ്പൊ പറഞ്ഞത് പ്രകാരം കേരളത്തില് കുറച്ച് കാലഘട്ടം മുന്നേ വരാണെങ്കിൽ ടിപ്പിക്കലി നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഭാര്യ ഇച്ചിരി താന്ന് നിൽക്കുക, ഭർത്താവ് വൈകുന്നേരം മദ്യപിച്ചിട്ട് വരെ ടിപ്പിക്കലി ഒരു കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. ഭാര്യ അവിടെ താഴ്ന്നു നിന്നിട്ടും ഭർത്താവിന്റെ തല്ല് കൊണ്ടിട്ട് അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നമ്മുടെ സമൂഹത്തിൽ കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവര് താഴ്ന്നു നിന്നിട്ടും അവർ വേറെ ജോലിക്ക് പോലും പോകുന്നില്ല, ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നത് മാത്രം. എന്നിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഈ താഴ്ന്നു നിൽക്കാനോ കാലിന്റെ ചോട്ടി പോയി കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എപ്പോഴും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്നാ പറഞ്ഞേ. കറക്റ്റ്, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. ഇതിനകത്ത് പ്രിയങ്ക പറയുന്നൊരു കാര്യമുണ്ട്. ചില സ്ത്രീകൾ ജോലിയുള്ളവർ ഒരിച്ചിരി വരുമാനം കൂടുതൽ എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞിട്ട് മൊത്തം പേരെ അടച്ച് പറയുന്നില്ല. എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. കുറച്ച് പേരുണ്ട് ഇച്ചിരി പൈസ കയ്യിലുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞാനാണ് വലിയ ആൾ, പിന്നെ ഭർത്താവിൻ്റെ ഇതൊന്നും വേണ്ട, എനിക്ക് അങ്ങ് തൻ്റെ ഇടമാണെന്ന്. കാര്യം എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം അവർ യൂട്യൂബ് ചാനൽ നടത്തുന്നത് തന്നെയാണ്. യൂട്യൂബ് ചാനൽ നടത്തി അതിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം കിട്ടിയപ്പോഴത്തേക്ക് അവരുടെ വായിൽ നിന്ന് വന്ന ഭർത്താവിന് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞാനൊരു വര വരയ്ക്കും, ആ വര അവിടെ നിർത്തും ഞാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 10 പൈസ കൈ കിട്ടിയാൽ അഹങ്കാരം കാണിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. ആ പൈസ കിട്ടിക്കഴിഞ്ഞ് ഭർത്താവിനെ വരച്ചവരെ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഭർത്താവിനെ അടിമയെ പോലെ കണ്ട് നിർത്തുന്ന പെണ്ണുങ്ങളും ഉണ്ട്. പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, അത് പറഞ്ഞല്ലോ, പുരുഷൻ്റെ കാൽ കീഴിൽ കിടന്ന് ചവിട്ടും തൊഴിൽ മേടിക്കണമെന്നല്ല ഈ പറയുന്നത്. സ്നേഹം കൊണ്ട് നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും ലൈഫിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, വ്യത്യാസങ്ങൾ കാണും. ഈ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. വേറൊന്നും പറഞ്ഞല്ല, കഴിക്കാൻ സമ്മതിക്കാതെ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന എത്ര ഫാമിലി എനിക്കറിയാമറിയോ? ഇവരിങ്ങനെ പറയുമ്പോൾ എന്താവും, ഭർത്താവ് എല്ലാം പുറത്ത് പോയി തോന്നിയ പോലെ കഴിക്കാൻ നിൽക്കും. അതൊന്നും ആവശ്യമില്ല. ഇവിടെ മദ്യപിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ 2 പേർ കഴിക്കണം എന്ന് ചേച്ചി പറയുന്നത് ഒരാളാണെന്ന് പറയും. 10 വർഷം സ്വന്തം മകനെ നോക്കാൻ വേണ്ടിയിട്ട് കിഴിയിൽ മാറി നിൽക്കുന്ന അത്രയും കിഴിലായ ഒരു അമ്മയാണ് ചേച്ചി. അപ്പൊ ആ ഒരു അമ്മ തന്റെ മകന്റെ അടുത്ത് പറയും, ആണുങ്ങളായ 2 അടിക്കണം, നീ പോയി 2 അടിച്ചിട്ട് വന്നാൽ എന്ന് പറയൂ. എന്റെ മോനെ നീയാണ് ഇപ്പൊ പഴയ ലോകത്ത് നിൽക്കുന്നത് കേട്ടോ. എന്റെ മോനൊക്കെ ഇന്ന് അവരറിയാം വെള്ളം എന്താണ്, അടിക്കണം എങ്ങനെ വേണോ, അവരുടെ തീരുമാനം. അവൻ വഴി ഒളിച്ചു പോയി അടിക്കുന്നു, അമ്മ പറഞ്ഞൊന്നും വേണ്ട, നീ പഴയ കാലത്ത് നിൽക്കുമ്പോ. എന്റെ മോനൊക്കെ ഇപ്പൊ അറിയാം അടിച്ചാൽ എന്താണ് എന്റെ കുഴപ്പമെന്ന്. എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് അടിക്കുന്നത് ഞങ്ങൾ അവിടെയാണ് പറഞ്ഞത്, ഇവിടെയാണ് പറഞ്ഞത്. പുരുഷനും സ്ത്രീ ഒരേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്, ഒരേപോലെ തന്നെ ഈക്വലായിട്ട് ഒരേപോലെ ഉപയോഗിക്കുന്ന സമയമാണ്. അവിടെയാണ് പറഞ്ഞത്, അവിടെ അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് ഉപയോഗിക്കണോ വേണ്ടോ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം. മോനെ നിന്റെ പ്രായത്തിനേക്കാൾ കുറവ് എന്റെ മോന് 15 വയസ്സായിട്ടാണ്. നല്ല തിരിച്ചറിവുണ്ട്. അവൻ കഴിക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ, അവന്റെ അച്ഛൻ കഴിക്കുകയാണെങ്കിൽ അവന്റെ വീട്ടിലാരും കഴിക്കാൻ അവൻ അറിയാം. അവൻ ഈ പ്രായത്തിൽ നല്ല അറിവുണ്ട്. പഴയ കാലമല്ലേ ഇത്, ഈ പഴയ കാലത്ത് ഇപ്പൊ സംസാരിക്കുന്നത്. എത്ര കാലം മുന്നേ സിനിമകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനത് തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്റെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ ആണുങ്ങൾ അടിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന ഭയങ്കര ബഹളമാണ്. അയ്യോ നിങ്ങൾ വെള്ളം അടിച്ചില്ല, നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് അത് വാങ്ങാൻ അതിനൊന്നും ആവശ്യമില്ല. കാലൊക്കെ മാറി. അതാണ് ഇന്നത്തെ നിനക്ക് മാറി തോന്നുന്നു, ഒരിക്കലും മാറിയിട്ടില്ല. ഇന്നും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണ്, ഇന്നത്തെ കാലത്ത് 2 വീട്ടിൽ നിന്ന് കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ പുറത്ത് പോകും, കൂട്ടുകാരന്മാരായിട്ട് കഴിക്കും, ടച്ചിങ്സ് മേടിക്കും, ഒരു കുപ്പി 1 ദിവസം കൊണ്ട് തീർക്കും. മറ്റൊരു വീട്ടിൽ നിന്ന് 2 കഴിച്ചാൽ കുപ്പിയോടെ ഇരിക്കും, ഒരു 3 ആഴ്ച പോകും. ടച്ചിങ്സ് നമ്മളെ വാങ്ങിച്ചു കൊടുക്കുന്നത് മുഴുവൻ
പറയട്ടെ, ടച്ചിങ്സ് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വീട്ടിൽ എന്ത് സമാധാനമാണ്? അതിന് ആരും സമ്മതിക്കാതെ ഭാര്യമാരെ ചെയ്യരുത്, അവർ വിളിച്ചാലും കൂടുതൽ കഴിക്കും, വരുന്ന വഴിക്ക് വെള്ളം ഒഴിച്ച് പോലീസ് വിളിക്കും, ഇതൊക്കെ നമുക്കാണ് മനസ്സിൽ. ഞാൻ പറയാം, സ്നേഹം കൊടുത്താൽ അങ്ങനെ പറയും, ഇവിടുന്ന് കഴിച്ചോട്ടോ, കുപ്പി ഞാൻ മേടിച്ചോട്ട് വരാം എന്ന് പറയുന്ന ഒരു കാര്യം. ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവാനായിട്ട് ഉൾക്കൊള്ളാനായിട്ടാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കറിയാം എന്ത് ചെയ്യണം. ചേച്ചി പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൽ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല, അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഭൂരിഭാഗം ആക്കുന്നത് ഒരു കൂലിപ്പണിക്ക് പോകുന്നവനെ വെയിറ്റ് വരുമ്പോൾ ചെറിയ ഒരു പൈറ്റ് ഗതൊക്കെ വെച്ചിട്ട് വരാം. എന്തുകൊണ്ടാണ്? അവന് ശരീരം മാറ്റാൻ വീട്ടിൽ വന്ന് കഴിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കഴിക്കണം. ശരിയാക്ക നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ചെറുക്കൻ്റെ അണ്ണാക്കി പിരിവെട്ടുന്ന പോലെ മറുപടി കൊടുത്തു. അതാ പറഞ്ഞത്, ഇങ്ങനെ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് അത് എൻ്റെതാന്നുള്ളത് പോലും അർത്ഥം പറയാതെ, പ്രത്യേകിച്ച് പ്രിയങ്കയുടെ ഒക്കെ എടുത്ത് ചോദിച്ചാൽ നല്ല വ്യക്തമായിട്ട് പുള്ളിക്കാരിയൊക്കെ മറുപടി കൊടുക്കും. ആ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വീടുകളിലുണ്ട് ഭർത്താവ് ഒരിച്ചിരി കഴിച്ചേച്ച് വന്നെന്നും പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴത്തെ തലമുറയിലും ഉണ്ട്. ഒരിച്ചിരി ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ ഇരട്ടി പിന്നെ പോയി കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നൊരു ഒരു ഇച്ചിരി കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല വീട്ടിൽ. ഞാൻ പറഞ്ഞില്ല, ഇവർ വന്ന് കയറുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും എന്താ എൻ്റെ മുഖം വീർത്തിരിക്കുന്നത്, അപ്പോൾ എന്നെയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞാണ് ഈ വഴക്കുകളുണ്ടാകുന്നത്. അതേസമയം അവർക്കതെന്നു വെച്ചാൽ അവർ വീട്ടിൽ അവർക്കത് കുടിക്കാനായിട്ടുള്ള ഇതില്ല. അയ്യോ കള്ളോ അത് പറ്റത്തില്ല പറഞ്ഞ് ഇതിരിക്കും. പക്ഷെ ഇങ്ങനെ കാണിക്കുന്നവരുടെ ഭർത്താക്കന്മാരെല്ലാം പുറത്തു പോയിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കള്ളു കുടിക്കുന്നുണ്ട്, ശരിക്കും കുടിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അയ്യോ വീട്ടിൽ ഭാര്യ അറിഞ്ഞ വഴക്ക് പറയും, അതേ ഞാൻ പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരിച്ചിരി കഴിക്കുന്നത്. ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും, വൈകുന്നേരം വരെ വെളിയിൽ നിന്ന് വെള്ളപടിയായിരിക്കും, വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് ചെന്ന് കയറുന്നത് ആ ഒരു കെട്ടൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം. അപ്പോൾ എത്രമാത്രം അവർ മദ്യപിക്കുന്നുണ്ട് ഇവർ. അതേസമയം നമ്മുടെ വീട്ടിൽ ഇരുന്നാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡും മദ്യപിക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് ഭയങ്കര കള്ള് കുടിച്ച് കൂറ തല്ലി വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ലക്കില്ലാതെ വീട്ടിൽ വരുന്ന ആളോ ഒന്നുമല്ല. വീട്ടിൽ ഇരുന്ന് അത്യാവശ്യം ചിലരൊക്കെ കഴിക്കും, പക്ഷേ വീട്ടിൽ ഇരുന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചേക്കും. ഒത്തിരി ഇരുന്നങ്ങ് അടിക്കത്തില്ല. ഒരു ഡ്രൈവറാണ്, വണ്ടിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരിച്ചിരി ക്ഷീണം തോന്നും, അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. എന്നും പണ്ട് മുഴു കുടിയനോ ദിവസവും കുടിയനോ അല്ല, വല്ലപ്പോഴൊക്കെ എന്നിലൊക്കെ ഒരിച്ചിരി കൂട്ടുകാർ കൂടി ഇച്ചിരി കഴിച്ചെന്ന് പറഞ്ഞാലും ഓവറായിട്ട് ചെയ്യത്തില്ല. അതേസമയം ഒരു ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യ ദിവസം മോന്തയും വീർപ്പിച്ചിരുന്ന് ഞാൻ ബഹളവും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഒരിച്ചിരി കഴിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കൂട്ടുകാരോട് തന്നെ പറയും, എന്നാലും കഴിച്ച് ചിലപ്പോൾ മോന്ത വീർപ്പിക്കാം, എന്നാൽ പിന്നെ ഇച്ചിരി ശരിക്കും കഴിച്ചിട്ട് എന്നേക്കാന്ന് പറയും. അതാണ് പറയുന്നത്. പക്ഷേ പ്രിയങ്ക പറയുന്നത് അതിനോട് ഞാൻ 100% യോജിക്കുന്നു കേട്ടോ. ഒരിച്ചിരി പോലും പിന്നെ മദ്യപിച്ചേച്ച് ഓവറായിട്ട് മദ്യപിച്ചേച്ച് വന്ന് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മളൊരിച്ച് സ്നേഹത്തോടെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ കുറേയൊക്കെ അവരൊക്കെ മാറ്റങ്ങൾ വരും. കുറച്ചൊക്കെ ഒരുപാട് ഒരു കുടുംബം നോക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഇച്ചിരി കള്ളു കുടിക്കുന്നതാണെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ ആ ആൾ അതിൽ നിന്ന് മാറി വരിക തന്നെ ചെയ്യും. ചെറുക്കാൻ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് ഒത്തിരി, പഴയ കാലം എന്ന്. ഈ പഴയ കാലം പുതിയ കാലം അങ്ങനെ ഒരു കാലമൊന്നും ആരും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പഴയ കാലത്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഇന്നെല്ലാം മനുഷ്യർ തന്നെയല്ലേ, കുറേ പുരോഗതിയൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, മാറ്റങ്ങൾ കുറേ പഴയ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ തന്നെയാണ് അന്നും ഇന്നൊക്കെ ഒരേ ഇത് തന്നെയാണ്. മരണവും മനുഷ്യർക്ക് ഒരുപോലെ തന്നെയാണ്, ജനനവും മനുഷ്യർക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്നത്തിനാണ് ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കള്ളു കുടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കള്ളു കുടിക്കുന്നവരുണ്ട്. അത് കൊണ്ട് പിന്നെ ആർക്കും വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളവർ ഓരോപ്പെട്ടവരൊന്നുമില്ല. പിന്നെ അപൂർവങ്ങളിലേക്കുള്ള ഈ നാട്ടുപുറത്തു നിന്നൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ടൗൺ ഏരിയ എന്നുമ്പോഴത്തേക്ക് അവരൊരു വശത്തോടെ കള്ളു കുടിച്ച് അതൊക്കെ ഒരു ജീവിതമാണോ? ഒരിക്കലും അല്ല. ഭാര്യ ഒരു സൈഡിൽ കൂടെ കള്ളു കുടിച്ച് നടക്കുന്നു, ഭർത്താവ് ഒരു സൈഡിൽ കൂടെ കള്ളു കുടിച്ച് കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു. അതും ഒരു കുടുംബവും അല്ല, അതൊരു ജീവിതവും അല്ല. ഹോട്ട് സീറ്റ് ഇരുന്ന് എന്നതും ചോദിക്കാമെന്നുള്ളൊരു മൈൻഡാണ് അത്. ഇപ്പോൾ ഇങ്ങനെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്, രേണുസുധിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ശാരികയുടെ അല്ല കേട്ടോ, വേറെണ്ണം. അതൊക്കെ എത്ര മോശമായിട്ടുള്ള വാക്കുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജയൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ്റെ മോനാണെന്ന് പറഞ്ഞിരിക്കണേ, അദ്ദേഹത്തോടൊക്കെ അത് ആ ഒരു വ്യക്തി തന്നെയാണ് ഈ രേണുസുധിയോട് ചോദിച്ചേക്കുന്നത്, ഈ പുള്ളിയോട് ചോദിച്ചത്. ആ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ്റെ മുഖത്തൊക്കെ ഇത്ര ഇതായിട്ട് ചോദിക്കും. ഈ പയ്യൻ പിന്നെ അത്രയൊന്നും ചോദിക്കുന്നില്ല കേട്ടോ, പ്രിയങ്ക ആയതുകൊണ്ടായിരിക്കാം. പ്രിയങ്ക നല്ല മറുപടി കൊടുക്കാനറിയാം. കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. ഒരു പാട്ട് എഴുതി വളരെ പതുക്കെ കയറി വന്നു. ഈ കയറി വന്ന ആ സമയത്ത് ഏതോ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യാൻ 5 തവണ ഒരാളെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല മോനെ, ഒറ്റ പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ, അറിയാവോ? അല്ലെങ്കിൽ ഒരു ദിവസം പലപ്പോഴായിട്ട് പീഡിപ്പിച്ചെന്ന് പറയണം. 5 തവണ ബലാത്സംഗം ചെയ്ത് പല സ്ഥലത്ത് വെച്ച് എന്ത് വർത്തമാനം ഈ പറയണത്? അത് ശരിയാണോ?
ഒരിക്കലല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ അവൻ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? അപ്പൊ അന്ന് പാവം വേടനെ എഴുതി വന്നിട്ട് എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ കടലിന്റെയും മക്കളെയും ഒക്കെ പറഞ്ഞ് എഴുതി വളരെ കഷ്ടപ്പെട്ട് അവന്റെ അമ്മയും ആൾക്കാരെയൊക്കെ നോക്കി ഇത്രയും ജനം ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്കിൾ ജാക്സൺ വന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗിലേക്ക് ആ കുട്ടി വേടൻ എന്ന് പറഞ്ഞ പയ്യൻ വന്നു കഴിയുമ്പോൾ അവനെ കുറിച്ച് പറയാത്ത ഒന്നുമില്ല. എത്ര പേരാ പറയുന്നത്, എന്നിട്ട് ഇപ്പൊ എവിടെയായി എല്ലാ കാര്യങ്ങളും? എന്തായി? എന്താണ് കാര്യം? ഞാൻ പറയട്ടെ, പല രീതിയിൽ അവരെ വായിന്ന് വന്നത് എന്താണ്? 5 തവണ പേടിപ്പിച്ചത്. ഒരാളെ 5 തവണ പേടിപ്പിക്കാനായിട്ട് എന്റെ അറിവില്ല. ഒരു സ്ത്രീയെ പേടിപ്പിക്കുക ബലാത്സംഗം ചെയ്യണമെങ്കിൽ 1 തവണ പറ്റുള്ളൂ എന്റെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ അറിവ്. അതുകൊണ്ട് വേടന് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കും. കാരണം വേടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പാട്ടും കാര്യങ്ങളും തന്നെ ഇതുപോലെ റീച്ച് ആക്കിയിട്ട് ഈ ഇറക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ വിയോജിപ്പാം. ഞാൻ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല. സ്ത്രീകളുടെ തന്നെ ഞാൻ ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിന് ഒരു ഒരു പയ്യനെ കൊന്നിട്ട് അവന്റെ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഓർത്ത് നോക്കിയേ. സുഖമായിട്ട് ജയിലിൽ കിടന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതൊന്നും ശരിയല്ല. അതിനോടൊക്കെ ഞാൻ വിയോജിപ്പാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് ചേച്ചി ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ പക്ഷത്തല്ല പുരുഷന്മാരുടെ പക്ഷത്താണ് എന്നുള്ളതല്ല എന്റെ ഇത്. കാരണം വെച്ചാൽ ശരി എന്ത് തെറ്റെന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പുരുഷന്മാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്, സ്ത്രീകളുടെ ഭാഗത്ത്. ഞാൻ കൂടുതലും പുരുഷന്മാരുടെ ഭാഗത്ത് തന്നെ പൊതിക്കും. എന്താ കാരണം എന്നറിയോ? ഞാനൊരു സ്ത്രീ തന്നെയൊക്കെയാണ്. പക്ഷേ ആ പുരുഷന്റെ അമ്മ സ്ത്രീയല്ലേ, ഭാര്യ സ്ത്രീയല്ലേ, വളർന്നുവന്ന കുട്ടി സ്ത്രീയാണോ? അപ്പൊ പിന്നെ അവരെ മാത്രം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. തെറ്റ് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞത്. തെറ്റ് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ സ്ത്രീയുടെ മുഖം കാണിക്കില്ല, പുരുഷന്റെ മുഖം കാണിക്കും, എല്ലാം കാണിക്കും. പക്ഷേ പുരുഷന് വീട്ടിൽ പിന്നെ ആരും ഇല്ലല്ലോ, പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ തെറ്റ് ചെയ്യാതെ ഒരു മനുഷ്യനെ കുരിശി കയറ്റി കഴിഞ്ഞ് വെച്ച് പിന്നീട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്ന കാര്യമില്ല. അവരുടെ വീട്ടിലും ഉണ്ട് ആൾക്കാർ, അമ്മയുണ്ട്, ചിലർ വിവാഹം കഴിച്ചവരായിരിക്കാം, ചിലർ പെങ്ങന്മാർ കാണും. അങ്ങനെ അവർക്കൊക്കെ വരുന്നൊരു നാണക്കേട്. സ്ത്രീയാണ് ഇങ്ങേ സൈഡിൽ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മുഴുവനും ആ ഒരു നിയമമേ മാറ്റണം. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പ്രായപൂർത്തിയായവരാണ്, ഒന്നിച്ച് അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്നേച്ച് ലാസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ ഒന്നിച്ച് എന്നെ പണ്ട് പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന നിമിഷം തന്നെ പരാതി കൊടുക്കണം, അന്നേരം തന്നെ കൊടുക്കണം എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ 5-6 മാസം കറങ്ങി നടന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നേച്ച് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അത് ഒന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനും അതിനെതിരെ കുറേ ആൾക്കാർ സൈഡ് നിൽക്കാനും സപ്പോർട്ട് നിൽക്കാനും ഒക്കെ ആയിട്ട് കുറേ മനുഷ്യർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമത്വമാണോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം വരുമ്പോൾ സ്ത്രീയുടെ മുഖം മറച്ചു വെച്ച് പുരുഷൻ്റെ മുഖം പിന്നെ കാണിക്കുന്നതിൽ എന്നെ അർത്ഥം ഇരിക്കുന്നു. അങ്ങനെയുണ്ട് രണ്ടുപേരുടെയും മുഖം കാണിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും മുഖം കാണിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അതിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പ്രിയങ്കയുടെ ഒരു പഴയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ ചൊല്ലിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു ഹോട്ട് സിറ്റി വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്, സാധാരണ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതാണ്. കാര്യം എല്ലാവരും പറയണ്ട, ഇപ്പോൾ ഈ പയ്യൻ വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കുന്നത്. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കുടുംബജീവിതം എന്നാന്ന് ശരിക്കും മനസ്സിലാകുന്നത്. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് പണ്ടത്തെ രീതി കാണിക്കുന്നു, പണ്ടത്തെ ഇതുപോലൊക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നതെന്ന്. പക്ഷേ ആ ആൾക്കാരൊക്കെ വിവാഹം കഴിച്ചപ്പോൾ ഇപ്പം പറയാറുണ്ട് സമാധാനമില്ല, സ്വസ്ഥതയില്ല ജീവിതത്തിൽ. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ പെണ്ണുമ്പിള്ള, രണ്ടുപേരും ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ പഴയ ആൾക്കാരതെന്ന് വിചാരിച്ചുകൊണ്ട് ഭാര്യയും വിട്ടുകൊടുക്കത്തില്ല. അന്ന് അത് വലിയ പ്രായമുള്ളത് പെണ്ണല്ല, ആ പെണ്ണിനോടൊന്ന് പറയണമെന്ന് വെച്ചാൽ അമ്മയും വിട്ടു കൊടുക്കത്തില്ല. ഇങ്ങനെ കിടന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ നടുക്ക് നിന്ന് ഉരുകുവാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം പണ്ടത്തെയും ഇപ്പോഴത്തെയും ഒന്നുമില്ല. നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം മതി മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട്. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നമ്മൾ പ്രശ്നങ്ങളാക്കി കഴിഞ്ഞാൽ അത് എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ സമാധാനക്കേട് അനുഭവിക്കുന്നത് ഭർത്താക്കന്മാരായിരിക്കും. ഈ ഭാര്യയുടെ സൈഡ് നിൽക്കണോ വീട്ടുകാരുടെ സൈഡ് നിൽക്കണോ എന്നുള്ളതിൽ അതിലൊരാൾ ഇച്ചിരി ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ആ പ്രശ്നം കുറേയൊക്കെ അങ്ങ് സോൾവായി പോകും എന്നേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അനുകൂലിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.